ഹായ്, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാനുണ്ട്. ഈ ഗേൾസ് ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളുടെ പ്ലാനിനും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആയിപ്പോ. പിന്നെ ഒരു ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി. ആൻഡ് ഹോണസ്റ്റ്ലി അതായിരുന്നു ഞങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എവിടേക്കോ പോകുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഫൈനലി എല്ലാവരെയും കാണാൻ പോവാണല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും പല ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എത്തിയപ്പോൾ ഉച്ചയായി. പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ ബസ് കയറി. തൃശ്ശൂരിൽ നിന്ന് ആമ്പല്ലൂരിലേക്കാണ് ഞങ്ങൾ ബസ് കയറിയത്. അവിടുന്ന് മരോട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓട്ടോ വിളിച്ചാണ് പോയത്. നേരിട്ടുള്ള ബസ് കിട്ടാത്തത് കൊണ്ടാണ് ഓട്ടോ വിളിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കോട്ടേജിന്റെ അടുത്ത് വരെ ബസ് ഉണ്ടെന്നാണ് കേട്ടത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നേ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അടിപൊളിയായിരുന്നു സ്ഥലം. എനിക്ക് പച്ചപ്പിനോടും ഹരിതാപിനോടൊക്കെ ക്രേസ് കുറച്ച് കൂടുതലാണ്. എന്നെ പോലെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ഇവിടെ ഇഷ്ടം. റൂമിലേക്ക് കയറിയപ്പോൾ ഒരു കംഫർട്ട് ഫീൽ ഉണ്ടായിരുന്നു. വലിയ ആഡംബരമൊന്നുമല്ല, പക്ഷെ നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസും ആയിരുന്നു. 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു എസിയും ഒരു നോൺ എസിയും. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ സെൽഫായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഈ സ്റ്റെയറിന്റെ മുകളിൽ 10-12 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു വലിയ ഹോളും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് 6 പേർക്കും കൂടെ ഈ ഒരു കോട്ടേജിന് 5000 രൂപയാണ് ആയത്. ആ ഒരു പൈസക്ക് ഇത് വെർത്താണെന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ അവിടെ എത്തിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. വലുതായിട്ട് പെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ അടുത്ത് മരോട്ടിച്ചാൽ എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയേ. ഞങ്ങളുടെ കൂടെ കെയർ ടേക്കറും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്ഥലം കാണിച്ചു തരാനൊക്കെ പുള്ളിക്കാരനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെ പോയതല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോരാണ് കേട്ടോ ഉണ്ടായത്. റൂമിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് നൂഡിൽസും സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഫിക്സ് ആക്കിയപ്പോൾ തൊട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ സെയിം സംഭവം തന്നെയായിരുന്നു. എപ്പോൾ ക്യാൻസലായി പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ഒരു 6:30-7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ എ ഫ്രെയിമിൻ്റെ താഴെ തന്നെ ഇരിക്കാനായിട്ട് ചെറിയൊരു സ്പോട്ടുണ്ട്. അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാം. ശരിക്കും അവിടെ നിൽക്കുന്ന ഓരോ സമയം ഒരു ഹോംലി ഫീലായിരുന്നു കേട്ടോ. കാരണം അടുത്തൊന്നും വേറെ വീടുകളില്ല, വേറെ സൗണ്ടുകളൊന്നും വരുന്നില്ല. പിന്നെയാണെങ്കിൽ ഈ ഒരു എ ഫ്രെയിം വരുന്നത് ചെറിയൊരു കാടിൻ്റെ നടുക്കായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു കോസി ഫീലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഫറു. അവളാണെങ്കിൽ ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഗെയിംസ് കളിക്കുക, റീൽസ് ചെയ്യാന്ന് പറഞ്ഞ് പുറകെ നടക്കായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേക്കേഷന്റെ ഓൾ ഇൻ ഓൾ അവൾ തന്നെയായിരുന്നു. ആദ്യം ഇനീഷ്യേറ്റ് എടുക്കുന്നത് അവളായിരിക്കും. പിന്നെ ഞങ്ങൾക്കൊന്ന് കൂടിക്കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ചിരുന്ന് പാട്ടുപാടിയും ചിരിച്ചും കുറേ നേരം പോയി. നൈറ്റിലേക്കുള്ള ഫുഡ് ഞങ്ങൾ കെയർ ടേക്കറിനോട് പറഞ്ഞ് ഏൽപ്പിക്കുക ചെയ്തേ. ചപ്പാത്തിയും കപ്പയും പിന്നെ ബീഫ് ഫ്രൈയും ബീഫ് കറിയും ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ നേരെ കിടന്നുറങ്ങി. രാവിലത്തെ സൺറൈസ് കാണാൻ വേണ്ടി ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴക്കാർ മൂടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. റൂമിലിരിക്കാൻ തോന്നാത്തതുകൊണ്ട് ചുമ്മാ പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഇന്നലെ രാത്രി എൻ്റെ ട്രൈപോഡ് ചെറുതായിട്ട് ഇവളൊന്ന് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ കൂടെ തന്നെ ഇവളെയും കൂട്ടി. കാരണം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഞാൻ പേഴ്സണലി കുറേ ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ ഇതേപോലെ ഒരു സ്റ്റേക്കേഷൻ. ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെ ഫാമിലിൻ്റെ കൂടെയോ കസിൻസിൻ്റെ കൂടെയൊക്കെ പോയി നിൽക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻറ്റും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2ാമത്തെ റൗണ്ട് ചായ കുടിക്കുന്ന നേരം ഓരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും വീണ്ടും പുറത്തിറങ്ങി വീഡിയോസ് എടുക്കാൻ വേണ്ടി.
സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റേക്കേഷന് വന്നതിന് പിന്നിലും ഒരു ചെറിയ റീസൺ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. കേൾക്കുമ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും. ഹോസ്റ്റൽ ഫീസ് ഇല്ല, ഡെയിലി ട്രാവൽ ഇല്ല, അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ എൻ്റെ കേസിൽ അതിൻ്റെ മറ്റൊരു സൈഡായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പുതിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ലൈഫ് ഇങ്ങനെ ഒരു ലോപ്പിൽ പോകുന്ന പോലെ. ലാപ്ടോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെയായിരിക്കും. വർക്ക് കഴിഞ്ഞാലും അതേ റൂം, അതേ സ്പേസ്, അങ്ങനെ ദിവസങ്ങൾ പോകും. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ 3 വർഷം എങ്ങനെ പോയിന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരു ചെറിയ ചേഞ്ച്, അതിപ്പോൾ ഒരു പ്ലേസ് ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡിന് എത്ര വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കുക, ചുറ്റുള്ള നേച്ചർ എൻജോയ് ചെയ്യുക, ഒരു പ്രഷറും ഇല്ലാതെ കുറച്ച് സമയം ചെലവഴിക്കുക. ഇതൊക്കെയായിരുന്നു കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മിസ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വാട്ടർഫോളിലേക്കാണ് പോയത്. സത്യത്തിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോയതൊന്നല്ല. എനിക്കിങ്ങനെ സൈഡിൽ നിന്ന് ഇതൊക്കെ കണ്ടിരിക്കാനാണ് ഇഷ്ടം. അവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ വന്നുകൊണ്ട് അവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. വെള്ളത്തിന്റെ സൗണ്ടും നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തി ചെറുതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റു. പിന്നെ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. ഞങ്ങൾക്ക് 12:30 ചെക്ക് ഔട്ട്. 1 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ നേരിട്ട് ബസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. ചില ദിവസങ്ങൾ ഇങ്ങനെയല്ലേ. ആ ദിവസത്തിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകുന്നത് ഈ ഒരു ദിവസമായിരിക്കും. സത്യത്തിൽ അപ്പോഴത്തെ മൈൻഡ് എന്ന് പറയുന്നത് ചെറിയ സന്തോഷവും അതേപോലെ തന്നെ ചെറിയ വിഷമവും ഉണ്ടായിരുന്നു. കാരണം ഇനിയും ഇതേപോലെ എല്ലാവർക്കും സമയം ഒത്തുവരുമോ എന്നുള്ളത് അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ലൈഫിൽ തിരക്കിലായിരിക്കും. റെസ്പോൺസിബിലിറ്റീസ് വരും. അതിനിടയിൽ ഇതേപോലൊരു ട്രിപ്പ് ഇനിയിപ്പോൾ നടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് നടന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു 12:45 ആയപ്പോൾ ഞങ്ങൾ റൂമൊക്കെ അടച്ച് മെല്ലെ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എന്നുള്ളത്, വന്നത് വെറുതായെന്നൊക്കെ. സത്യത്തിൽ ഇനിയും കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ബ്രേക്ക് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ.